നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹമാണ് പുതിയ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി ഇരിക്കുവാൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വിമർശനങ്ങൾ. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം 4 റൗണ്ട് 5 റൗണ്ടൊക്കെ എണ്ണുമ്പോഴും അദ്ദേഹം വളരെ പിന്നിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കഷ്ടിച്ചാണ് കയറി വന്നത് എന്നൊരു കാര്യം പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കണം എന്ന് ഇന്ന് പത്തനംതിട്ടയിൽ ചേർന്ന CPM-ന്റെ യോഗത്തിൽ വളരെ വലിയ വിമർശനമാണ് പിണറായി വിജയനെതിരെ ഉയർത്തിയത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കാനുള്ള തീരുമാനം പിൻവലിക്കണം, ഭൂരിപക്ഷത്തോടെ ജയിച്ച വേറെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ധാർമ്മികതയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് വളരെ സത്യമാണ്. കാരണം ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. യാതൊരുവിധ പാർട്ടി മീറ്റിങ്ങുകളോ ഘടകകക്ഷികളുമായിട്ടുള്ള കൂടിയാലോചനകളോ ഒന്നുമില്ലാതെ ഏകപക്ഷീയമായാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വന്നത് എന്ന് ആദ്യം മുതലേ വിമർശനമുണ്ടായിരുന്നു. പിണറായി വിജയന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തോടുള്ള എതിർപ്പാണ്, അല്ലെ ഭരണവിരുദ്ധ വികാരമാണ് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷം CPM-ന് ഉണ്ടാകാനുള്ള കാരണമെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ധാർമ്മികമായി ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം മാറി നിൽക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ അധികാരമില്ലാതെ ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്നാലും അത് വളരെ വലിയൊരു സ്ഥാനമാണ്. ഔദ്യോഗിക വാഹനം, ഔദ്യോഗിക വസതി, പേഴ്സണൽ സ്റ്റാഫ്, 10-20ഓളം പേഴ്സണൽ സ്റ്റാഫൊക്കെ പ്രതിപക്ഷ നേതാവിനും വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു അധികാരത്തിന്റെ നിഴലിൽ തന്നെ തുടരാൻ ഉള്ളൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയുമല്ല, ഇപ്പോൾ നമ്മുടെ VD സതീശൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് മുതിർന്ന ഒരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ വരുന്ന ആള് മാറിപ്പോകുമോ എന്നൊരു ചിന്ത കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അടുത്ത 5 വർഷത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് അദ്ദേഹം വന്നത്. നമ്മളൊക്കെ വിചാരിച്ചു ചിലപ്പോൾ അദ്ദേഹം വരില്ല, അദ്ദേഹം മാറി നിൽക്കും, കുറഞ്ഞത് റിയാസിനെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. അധികാരത്തിലുണ്ടായിരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്രയും ഭൂരിപക്ഷം കുറയുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് തന്നെ ഇത്രയും ഭൂരിപക്ഷം കുറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ ധാർമ്മികമായി അർഹനല്ല.